വിശദമായ വാർത്തയിലേക്ക്. ആലപ്പാട് സമരത്തെ തള്ളി സർക്കാർ. ഖനനം നിർത്തിവെക്കില്ലെന്ന് വ്യവസായ മന്ത്രി പി ജയരാജൻ പറഞ്ഞു. ജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഖനനം. ഖനനത്തിനെതിരെ സമരം ചെയ്യുന്നത് പുറത്തുനിന്നുള്ളവരാണ്. ആലപ്പാട് തീരത്തെ തകർത്ത് ഖനനമല്ല, സുനാമിയാണെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പാട് സമരത്തിന് പിന്നിലെ അജണ്ട സർക്കാരിന് അറിയാമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. അത് നമ്മൾ ശേഖരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വത്താണത്, സമ്പത്താണത്. അങ്ങനെയുള്ള ഒരു സമ്പത്ത് മൈനിങ് നടത്താൻ പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇപ്പം മൈനിങ് നിർത്തിവെക്കണം. മൈനിങ് നിർത്തിവെച്ചാൽ പിന്നീട് മൈനിങ് നടത്താൻ പറ്റുമോ? അപ്പം അതൊക്കെ യഥാർത്ഥത്തിൽ ഏതോ ചില കേന്ദ്രങ്ങൾ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമല്ലേ എന്ന് തന്നെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ സമരം എന്നുള്ളത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അത് പരിശോധിച്ച് കാര്യങ്ങൾ ശരിയായ നിലയിൽ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിർത്തിയാൽ തുടങ്ങാൻ പറ്റില്ല. പിന്നെ ഇത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് അറിഞ്ഞുകൂടാ. മൈനിങ് നിർത്തിയാൽ പിന്നെ മൈനിങ് തുടങ്ങാൻ പറ്റില്ല. അത് സ്ഥാപനം കൂട്ടിയിട്ട് 240 തൊഴിലാളികൾ എങ്ങോട്ട് പോകാനാ? ഇത് കൂട്ടിച്ചിട്ട് എങ്ങോട്ട് പോകാനാ? 1 കോടി ഉറുപ്പിയാണ് അവിടെ ആ പ്രദേശത്തിലുള്ളവരാണ് തൊഴിലാളികൾ. 1 കോടി ഉറുപ്പിയാണ് ഒരു മാസം ശമ്പളമായിട്ട് അവിടെ വരുന്നത്. ആരുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആര് ചെയ്യുന്നു എന്നാണ് സർക്കാർ? അവിടെ ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിരുന്നത് ഈ നമ്മുടെ ഈ കരിമണൽ സ്വകാര്യമായി ശേഖരിച്ച് അവിടുന്ന് ചില സ്വകാര്യ ഈ കരിമണൽ കടത്തുകാരുണ്ട് തമിഴ്നാട്ടിൽ മറ്റുള്ള. ഇവിടെ നിന്ന് ഈ കടൽ വഴിയും മറ്റും ഈ കരിമണൽ കടത്തിക്കൊണ്ടു പോകുന്നുണ്ടെന്നുള്ളത് കേട്ടിരുന്നു. ഇത് തീർച്ചയായും ഈ മലപ്പുറത്തുകാരും അവിടെയും ഇവിടെയുള്ളവരുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ അവരൊക്കെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിൽ കേരളത്തിൻ്റെ സ്വത്ത് രാത്രി കാലങ്ങളിലൊക്കെ വന്ന് ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവുക, ഇവിടെ ഗവൺമെൻറ് അത് മൈനിങ് നടത്താൻ വേണ്ടി പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക, അതിനെതിരായിട്ട് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ശക്തമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. അതോടൊപ്പം ഏതെങ്കിലും ആൾക്ക് ഈ മൈനിങ് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് പരിഹരിച്ചിരിക്കും. അങ്ങനെ മാത്രമേ മൈനിങ് നടത്തുന്നുള്ളൂ. ടി ജെ സജിത്ത് ചേരുന്നു. സജിത്ത്, ഇപ്പോൾ നിലവിലെ സർക്കാരിന്റെ നിലപാട് ഏത് രീതിയിലാണ്? ഖനനം നിർത്തിവെക്കണം, ആലപ്പാട് വിഷയത്തിൽ എന്താണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്? ധന്യ, കഴിഞ്ഞ ദിവസം വരെ സമരക്കാരുടെ ആവശ്യത്തോട് സർക്കാർ ഏറെക്കുറെ വഴങ്ങുന്നു, അല്ലെങ്കിൽ അവരുമായി ചർച്ച നടത്തും എന്ന തോന്നൽ ഉളവാക്കിയിരുന്നു. പക്ഷെ അതിൽ നിന്നും ഒരു വ്യത്യസ്ത നിലപാടാണ് ഇപ്പോൾ വ്യവസായ മന്ത്രി പി ജയരാജൻ സ്വീകരിക്കുന്നത്. സമരക്കാരുടെ ആവശ്യം പൂർണ്ണമായും തള്ളുന്നു. ഖനനം നിർത്തിവെച്ചുള്ള ഒരു ചർച്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. ഖനനം നിർത്തിവെക്കില്ല. 2 പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും സർക്കാരിൻ്റെത് എന്നതാണ് മന്ത്രി ആവർത്തിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ സമരക്കാരുടെ പ്രസക്തി, അവരുടെ വിശ്വാസ്യത, ഇത് തന്നെ വീണ്ടും മന്ത്രി ചോദ്യം ചെയ്യുകയാണ്. ആലപ്പാടുള്ളവരല്ല ഈ സമരത്തിന് പിന്നിൽ ഉള്ളത് എന്നതാണ് വാദം. ഒപ്പം തന്നെ 1 കൊടിയും 2 പേരുമുണ്ടെങ്കിൽ ആർക്കും സമരം ചെയ്യാം എന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ വ്യവസായ മന്ത്രി കാണുന്നതും. ആലപ്പാട് ഖനനം സംബന്ധിച്ച നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഈ സമിതി റിപ്പോർട്ടിൽ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഖനനത്തിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നതാണ് മന്ത്രിയുടെ വാദം. ഒപ്പം തന്നെ KMML-ഉം IREA-യും നൽകിയ റിപ്പോർട്ട് സർക്കാർ പഠിച്ചു. ഈ റിപ്പോർട്ടിൽ അവിടെ ഖനനം യാതൊരു പാരിസ്ഥിതിക പ്രത്യാഘാതവും ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഈ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി പറയുന്ന വാദം. എന്തായാലും സമരക്കാരുടെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടൊരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 16-ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ സമരക്കാരുമായുള്ള നടത്തുന്ന ചർച്ചയോ അതിന്റെ മറ്റ് ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും അതിൽ വിഷയമാകുന്നതേയില്ല എന്നതാണ് മന്ത്രിയുടെ വാദം. ശരി സജിത്ത്. അതേസമയം CPM ജില്ലാ നേതൃത്വത്തിന് സർക്കാർ നിലപാടിനോട് യോജിപ്പില്ല. IRL-നെതിരെ CPM ജില്ലാ നേതൃത്വം രംഗത്തെത്തി. ആലപ്പാട്ടെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ IRE തയ്യാറാകണമെന്ന്, കരാറിലെ വ്യവസ്ഥകൾ IREL പാലിക്കണമെന്നും CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ വ്യക്തമാക്കി. സർക്കാർ വിളിക്കുന്ന ചർച്ചയിൽ സമരസമിതി പങ്കെടുക്കണമെന്നും സുദേവൻ. ശാസ്ത്രീയമായ ഖനനം പൊതുമേഖലയിൽ നടത്തിക്കൊണ്ട് ആലപ്പാട് മേഖലയിലെ ജനങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്ക അകറ്റാൻ കഴിയത്തക്ക നിലപാട് ബന്ധപ്പെട്ട അധികാരികളും സർക്കാരും സ്വീകരിക്കുകയാണ്.
ജനങ്ങളുടെ വസ്തുവിനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമുള്ള തൊഴിൽ സുരക്ഷയടക്കം സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യതയും ആലപ്പാട് മേഖലയിൽ നിലനിൽക്കുകയാണ്. ജനത്തെ മറന്ന് പൊതുമേഖലയെ സംരക്ഷിക്കില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സർക്കാർ ചർച്ച ചെയ്ത് ന്യായമായ പരിഹാരം കണ്ടെത്തണം. മന്ത്രി പി ജയരാജന്റെ പ്രസ്താവന സംബന്ധിച്ച് താൻ അഭിപ്രായം പറയേണ്ടതില്ലെന്നും കാനം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ജനങ്ങളെ മറന്നിട്ട് ഇത്തരം സംരക്ഷണം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അവിടെ ഭൂമി നഷ്ടപ്പെടുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ ജനുവിനായിട്ടുള്ള പരാതി. അതിനെ സംബന്ധിച്ച് നിയമസഭാ കമ്മിറ്റിയൊക്കെ ചില റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരമുണ്ടാകണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആണ് ഇത് ഖനനം ചെയ്യാനുള്ള അവകാശം. അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള അവകാശമല്ലല്ലോ അത്. ആലപ്പാട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ന്യായമായ പ്രശ്നങ്ങളുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. സമരക്കാർ പറയുന്നത് അപ്പാടെ തള്ളിക്കളയരുത്, അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പ്രതികരിച്ചു. ന്യായമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് അവരോട് ചർച്ച നടത്തി നേരായ വഴിയിൽ ഒരു പരിഹാരം ഗവൺമെൻറ് കാണുകയാണ് വേണ്ടത്. സമരം നടത്തുന്ന ആളുകൾ പറയുന്നത് അപ്പാടെ തള്ളിക്കളയല്ല വേണ്ടത്. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരായ സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ല. സമരത്തിന് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷ് 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. സേവ് ആലപ്പാട് സമരം വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പിന്തുണയുമായി എത്തിയത്. IREL നടത്തുന്ന ഖനനം അവസാനിപ്പിക്കണം, സീ വാഷിംഗ് നിർത്തിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷ് ആലപ്പാട്ടെ സമരപന്തലിൽ നിരാഹാരം തുടങ്ങി. 24 മണിക്കൂർ സത്യാഗ്രഹം സ്ഥലം MPയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ലെന്നും പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അവർ സമരം നടത്തുന്ന സമരമാണ്. ആ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. അവർ ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തുന്ന യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭമാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പിന്തുണ അർപ്പിക്കാൻ എത്തുന്നതാണ്. ഹൈജാക്കിന്റെ പ്രശ്നം തന്നെ എത്തില്ല, ഏറ്റെടുക്കുന്ന പ്രശ്നം. സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. സമരപന്തലിലേക്ക് ആർക്കും പിന്തുണയുമായി വരാം. ഇവിടെ കോൺഗ്രസ്സുകാർ വന്നാലും BJPക്കാർ വന്നാലും CPMകാർ വന്നാലും CPIക്കാർ വന്നാലും ആര് വന്നാലും സ്വാഗതം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ സമരം ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ചർച്ചയ്ക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. 16-ാം തീയതി നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും. ഖനനം നിർത്തിവെക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. വിദേശത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ രാഹുൽ ഗാന്ധി തകർത്തുവെന്ന BJP ആരോപണത്തിന് കടുത്ത മറുപടിയുമായി രാഹുൽ. രാജ്യത്തെ അഴിമതിയെയും തൊഴിലില്ലായ്മയെയും പറ്റി ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരം പറയാതെ ഒളിച്ചോടാൻ താൻ നരേന്ദ്രമോദിയല്ലെന്ന് രാഹുൽ പറഞ്ഞു. ചോദ്യങ്ങളെ ഭയന്ന് പാർലമെന്റിൽ വരാൻ പോലും മടിക്കുന്ന പ്രധാനമന്ത്രിയാണ് തന്നെ പരിഹസിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. UAE സന്ദർശനത്തിന് ശേഷം ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. हिंदुस्तान की जनता हटाएगी, हिंदुस्तान के किसान, छोटे दुकानदार, युवा, नरेंद्र मोदी जी ने वायदा किया था 5 साल में हिंदुस्तान को बदल देंगे, बदल दिया, मगर गलत तरीके से बदला. जो भरोसा लोगों में था, मुझे याद है जो भरोसा युवाओं में था वो आज टूट गया है. मुझसे बात करते हैं, कहते हैं हमारा बेवकूफ बना दिया मोदी जी ने, हमारा टाइम जाया किया नरेंद्र मोदी जी ने, इनको अब हम निकालने वाले हैं. ये हिंदुस्तान की भावना है. CBI चीफ को 2 बार हटाने की जल्दी क्या थी? क्या जल्दी थी कि एक बार 1:30 बजे रात को प्रधानमंत्री लिख रहे हैं कि भैया इसको 1:30 बजे रात को हटाओ. CBI के चीफ राफेल पे इंक्वायरी करने जा रहे थे. पूरा देश जानता है कि उन पर दबाव डाला जा रहा था. पूरा देश जानता है कि जब उन्होंने इंक्वायरी डालने का काम शुरू किया, नरेंद्र मोदी जी ने उनको हटाया. उत्तर प्रदेश में कांग्रेस पार्टी को चुनाव लड़ना पड़ेगा और दम से लड़ना पड़ेगा. हम पीछे हट के नहीं लड़ेंगे. हम पूरी फोर्स के साथ, पूरे दम के साथ हर सीट में कांग्रेस पार्टी लड़ेगी. ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ 15-ലധികം റാലികളിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കിയത് തിരിച്ചടിയല്ലെന്നും പാർട്ടി ശക്തി തെളിയിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും കൈകൊടുത്തതോടെയാണ്
ഉത്തർപ്രദേശിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം രൂപം നൽകിയത്. സംസ്ഥാനത്തെ 80 സീറ്റുകളിലും മത്സരിക്കാനാണ് നേതൃത്വത്തിന്റെ ധാരണ. പടിഞ്ഞാറൻ യുപിയിലെ ഹാപൂരിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കും. ഷഹ്റൻപൂരിലും ബറേലിയിലും മൊറാദാബാദിലും രാഹുൽ റാലിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയുടെ പ്രതിസന്ധിയായിരിക്കും മുഖ്യ പ്രചാരണ വിഷയം. ഫെബ്രുവരി മാസത്തിൽ മാത്രം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന 15 റാലികളാണ് സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും BSPയും സഖ്യം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. I think the Congress party has a tremendous amount to offer the people of Uttar Pradesh. So we will obviously do our best as the Congress party. We will fight for our ideology, and I think we might give a surprise or two to people. 2009 ഒറ്റയ്ക്ക് മത്സരിച്ച് 22 സീറ്റുകൾ നേടിയ ചരിത്രമാണ് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. പുതിയ സഖ്യം BJPയേക്കാൾ കോൺഗ്രസിന് ഗുണകരമാകുമെന്നും പാർട്ടി കരുതുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ശരണവഴി. മകരവിളക്കിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ശബരിമല. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം സന്നിധാനത്ത് ചേർന്നു. IG ബൽറാം കുമാർ ഉപാധ്യയുടെ നേതൃത്വത്തിൽ 2275 പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അറിയിച്ചു. വിവാദങ്ങളാൽ നിറഞ്ഞ ഈ ശബരിമല സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസമാവും നാളെ. വിപുലമായ സൗകര്യങ്ങളും പഴുതടച്ച സുരക്ഷയുമാണ് സർക്കാരും ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിട്ടുള്ളത്. ഉന്നതതല യോഗം ചേർന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകരവിളക്ക് കാണുന്ന കേന്ദ്രങ്ങളിൽ ബാരിക്കേഡുകളും അതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പരിശോധന തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മകരവിളക്കുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകൾ വന്നാലും അവർക്കെല്ലാം സൗകര്യപ്രദമായി മകരജ്യോതി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രാവശ്യം സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ സാഹചര്യം വരുമാനത്തിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുന്നുണ്ട്. ഭക്തരുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.5 ലക്ഷത്തോളം കുറവായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത് പോലീസിന് നൽകുന്ന ആശ്വാസം വലുതാണ്. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ജാഗ്രതയിലാണ്. പ്രളയം തകർത്ത പമ്പാ തടത്തിലെ അപകട സാധ്യത കണക്കിലെടുത്ത് പമ്പ ഹിൽടോപ്പിൽ നിന്നുള്ള മകരവിളക്ക് ദർശനം ഇത്തവണ അനുവദിക്കില്ല. മകരവിളക്ക് പൂജ കൂടി ശാന്തമായും വിജയകരമായും പൂർത്തിയാക്കാനായാൽ വിവാദങ്ങൾക്ക് നടുവിലും സർക്കാരിന് തലയുയർത്തി നിൽക്കാം. അപ്പോഴും വരുമാനത്തിലുണ്ടായ വന്നിടിവ് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിന് ഏറെ പണിപ്പെടേണ്ടി വരും. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ പ്രവീൺ നെല്ലിമുണ്ടൊപ്പം R. കിരൺ ബാബു. 10 ട്രാൻസ്ജെൻഡേഴ്സ് ശബരിമലയിൽ ദർശനം നടത്തി. എതിർപ്പുകളൊന്നും ഉണ്ടായില്ലെന്നും സുഗമമായി ദർശനം നടത്തിയെന്നും ഇവർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം ഉച്ചയോടെയാണ് ദർശനം നടത്തിയത്. ചിലർ പുരുഷന്മാരായിരുന്നപ്പോൾ ദർശനം നടത്തിയിട്ടുണ്ട്. ചിലർക്കിത് കന്നിമലയാണ്. എന്നാൽ ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയിൽ എല്ലാവരുടെയും കന്നിമലയാണിത്. അതിന്റെ അഭിമാനം വാക്കുകളിൽ വ്യക്തം. ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് തെളിയിച്ച് വന്നത് ഫസ്റ്റ് ആദ്യത്തെ ടൈമാണ്. അല്ലാതെ ഞാനിതിപ്പോൾ 23 മല വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിച്ച് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും എല്ലാ വർഷവും എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിലും അറിയിക്കുക. ഇത് ഈ വർഷം ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ആ രീതിക്ക് സ്മൂത്തായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു ഭക്തരും പോലീസും വലിയ സഹകരണമാണ് നൽകിയതെന്ന് ഇവർ പറഞ്ഞു. എന്നാൽ ഇവർക്ക് കെട്ടുനിറയ്ക്കാൻ തിരുവനന്തപുരത്തെ 2 ക്ഷേത്രങ്ങൾ അനുമതി നൽകിയില്ല. ഞാൻ ട്രാൻസ്ജെൻഡറായിട്ട് ആദ്യമായിട്ടാണ് ശബരിമല ഈ പ്രാവശ്യം വരുന്നത്. എല്ലാ 6 മല വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തമ്പുരാൻ്റെ മണ്ണി വരാൻ വേണ്ടി നമ്മൾ 2 അമ്പലത്തിൽ പോയി കെട്ടിയിട്ടഞ്ഞ് പോയിട്ടും 2 അമ്പലമൊക്കെ ദേവസ്വം ബോർഡ് സമ്മതിച്ചില്ല. സ്വന്തം ലിംഗവ്യക്തിത്വം തുറന്നു പറഞ്ഞ് ദർശനം സാധ്യമായത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നൽകുന്ന ആത്മവിശ്വാസം വലുതാണെന്നും ഇവർ പറയുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം R. കിരൺ ബാബു, ന്യൂസ് 18 സന്നിധാനം. മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനയുണ്ട്. പമ്പയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പമ്പയിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പമ്പയിൽ നല്ല തിരക്കാണോ? സന്നിധാനത്തേക്ക് ആളുകൾ കൂടുതലായി കയറി തുടങ്ങിയിട്ടുണ്ടോ? വിവരങ്ങൾ. തീർച്ചയായും ഇന്നലെ ഒരു ദിനത്തിൽ 68,000 ഭക്തരാണ് സന്നിധാനത്തേക്ക് പോയിരുന്നതെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ 70,000-ലധികം ഭക്തർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു.
പമ്പ വിളക്കിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയാണുള്ളത്. പമ്പ വിളക്ക് കഴിയുമ്പോൾ ഇവിടെ തങ്ങിയിരുന്ന കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ചും നമ്മൾ ആലങ്ങാട്ട് സംഘം ക്രമീകരിച്ചിരിക്കുന്ന പമ്പ വിളക്കിനായി ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവരടക്കമുള്ള ആളുകൾ സന്നിധാനത്തേക്ക് പുറപ്പെടും. ഒപ്പം വിളക്ക് കഴിഞ്ഞ ശേഷം ഈ സംഘങ്ങളെ അനുഗമിച്ചും നിരവധി ആളുകൾ പോകുന്നുണ്ട്. അതായത് ഇനി വരും മണിക്കൂറുകളിൽ വലിയൊരു പ്രവാഹം തന്നെ സന്നിധാനത്തേക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്നലെ മുതൽ സന്നിധാനത്ത് തങ്ങി വരുന്ന ആളുകൾ കൂടുതലായും പർണശാലകൾ കെട്ടി സന്നിധാനത്ത് തന്നെ തമ്പടിക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഒപ്പം പമ്പയിൽ മകരജ്യോതി ദർശനത്തിനുള്ള അവസരങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഹിൽ ടോപ്പിൽ അടക്കം ആയിരക്കണക്കിന് ആളുകൾ ദർശനം നടത്തിയിരുന്ന സ്ഥലങ്ങളിൽ ഇത്തവണ അതിനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പമ്പയിൽ അവശേഷിക്കുന്ന ആളുകൾ കൂടി സന്നിധാനത്തേക്ക് നീങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സീസൺ കാലത്തെ ഏറ്റവും വലിയ തിരക്കിനാവും ഇനി വരും മണിക്കൂറുകളിൽ സാക്ഷിയാവുക. ഇപ്പോഴും അനുസൃതമായ ഭക്തരുടെ പ്രവാഹം സന്നിധാനത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി അനീഷ്, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI പെൺകെണിയൊരുക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയതായി സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തി നൽകിയ സൈനികൻ അറസ്റ്റിലായി. രാജസ്ഥാനിലെ ജയ്സൽമാറിലുള്ള സൈനികൻ സോംബിറാണ് അറസ്റ്റിലായത്. ഫേസ്ബുക്ക് വഴിയാണ് സൈനികനെ ISIയുടെ ചാരവനിത കുടുക്കിലാക്കിയത്. താൻ ഉൾപ്പെടുന്ന സായുധ വിഭാഗത്തെക്കുറിച്ചും അവരുടെ നീക്കങ്ങളെക്കുറിച്ചും സൈനികൻ ഫേസ്ബുക്ക് ചാറ്റിലൂടെ വെളിപ്പെടുത്തിയിരുന്നതായി രാജസ്ഥാൻ പോലീസ് കണ്ടെത്തി. മാസങ്ങളായി ഇയാൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കൂടുതൽ പേരെ ഈ അക്കൌണ്ട് വഴി ISI കുരുക്കിയതായും സംശയമുണ്ട്. ആർത്തവം അയിത്തമല്ലെന്ന് പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടക്കുന്ന ആർത്തവം പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. സംഘാടകർ തീവ്ര ആക്ടിവിസ്റ്റുകളാണെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം. പരിപാടിക്ക് എത്താമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരുന്നതാണെന്നും അവസാന നിമിഷത്തെ പിന്മാറ്റത്തിന്റെ കാരണം അറിയില്ലെന്നും സംഘാടകർ അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശന വിധിയെ തുടർന്ന് ആർത്തവ അയിത്തത്തിനെതിരെ കൊച്ചിയിൽ നടക്കുന്ന ആർത്തവം പരിപാടിയിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് സംഘാടക സമിതി അറിയിച്ചിരുന്നത്. എന്നാൽ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പിന്മാറിയെന്നാണ് വിവരം. ഇന്ന് രാവിലെ കൊച്ചിയിൽ തന്നെ 2 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ കൊച്ചിയിലുണ്ട്. ആർത്തവം പരിപാടിക്ക് എത്തില്ല എന്ന വിവരം സംഘാടകരെ ആരും അറിയിച്ചിരുന്നില്ല എന്ന് അഡ്വക്കേറ്റ് TB ബിനി പറഞ്ഞു. അഡ്വക്കേറ്റ് ഇന്ദിര ജയ്സിംഗ്, KPMS രക്ഷാധികാരി പുന്നല ശ്രീകുമാർ, CPI നേതാവ് ആനി രാജ തുടങ്ങിയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആർത്തവത്തിനെ എതിർക്കുന്നവർക്കെതിരായ വിവിധ സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ കൊച്ചിയിൽ ആർത്തവ റാലിയും നടന്നിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ന്യൂസ് 18 കൊച്ചി. അഗസ്ത്യാർകൂടം സ്ത്രീ പ്രവേശനത്തെ എതിർത്ത് കാണി വിഭാഗം. കാണി സമുദായത്തിലെ ഒരു വിഭാഗം ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നാളെ പ്രതിഷേധിക്കും. എന്നാൽ ട്രക്കിങ്ങിനെത്തുന്ന സ്ത്രീകളെ തടയില്ല. അഗസ്ത്യാർകൂടത്തെ സ്ത്രീ പ്രവേശനം നിഷേധിച്ച വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. നിരവധി വനിതകളാണ് ഇത്തവണ ട്രക്കിങ്ങിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഗസ്ത്യാർകൂടത്ത് സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെതിരെ കാണി വിഭാഗം രംഗത്തെത്തി. ഇവർ നാളെ ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കും. എന്നാൽ കോടതി വിധിയുള്ളതിനാൽ ട്രക്കിങ്ങിനെത്തുന്ന സ്ത്രീകളെ തടയില്ല. സ്ത്രീകളെയൊന്നും നമ്മൾ തടയുന്നില്ല. കാരണം കോടതി ഉത്തരവൊന്നും ലംഘിക്കുകയാണെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊരു ഒരു യജ്ഞം സംഘടിപ്പിച്ചത്. 4700 പേരാണ് ഇതുവരെ ട്രക്കിങ്ങിനായി രജിസ്റ്റർ ചെയ്തത്. നാളെ പുറപ്പെടുന്ന സംഘത്തിൽ ഒരു വനിതയുമുണ്ട്. തിരുവനന്തപുരത്തെ പ്രതിരോധ വക്താവായ ധന്യ സനലാണ് ഈ വനിത. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ആരെങ്കിലും തടഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ മുന്നോട്ടു പോകാനില്ലെന്നും ധന്യ സനൽ അറിയിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ കാണി വിഭാഗക്കാരുടെയും പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് കയറുന്നത്. അവരോടുള്ള അവരെന്നെ വളരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയാണ് സാഹചര്യം എന്നുണ്ടെങ്കിൽ ഞാൻ ട്രക്ക് മുതിരില്ല. ഒരു ദിവസം 100 പേർക്കാണ് പ്രവേശനം. ബോണക്കാട് പിക്കറ്റ് പോയിന്റിൽ നിന്ന് 13.5 കിലോമീറ്റർ അകലെയുള്ള അതിരുമലയാണ് ബേസ് ക്യാമ്പ്. അവിടെ തങ്ങിയ ശേഷം പാറക്കെട്ടും മലനിരകളും നിറഞ്ഞ കഠിനമായ പാതകളിലൂടെ 6.5 കിലോമീറ്റർ താണ്ടി വേണം അഗസ്ത്യാർകൂടത്തെത്താൻ. 7 ഇടങ്ങളിൽ ഗൈഡ് ക്യാമ്പും വൈദ്യസഹായത്തിനുള്ള ക്രമീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. മഹാത്മാഗാന്ധിക്കെതിരായ വിമർശനം ആവർത്തിച്ച് എഴുത്തുകാരി അരുന്ധതി റോയ്. വിഗ്രഹവൽക്കരിക്കപ്പെടേണ്ടയാളല്ല മഹാത്മാഗാന്ധി എന്ന് അവർ പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവരുടെ വീടുകളിൽ ഗാന്ധിക്ക് പകരം അംബേദ്കറുടെ ചിത്രം തൂങ്ങുന്നത് ഇതിന് തെളിവാണെന്നും അരുന്ധതി പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ ഗാന്ധിജി പോരാടിയിട്ടില്ലെന്നും ഘാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗാന്ധിയുടെ പ്രതിമ നീക്കിയത് ഇതിന് തെളിവാണെന്നും അരുന്ധതി റോയ് പറഞ്ഞു. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു അവർ. You go to the house of any truly oppressed, truly
unconsoled, truly disenfranchised in many ways person in this country, whose portrait will you find there? So I'm not saying that there weren't brilliant things about Gandhi. I'm not trying to say that you have to just tarnish him in every way. But I think that we do need to stop this hypocrisy. അയ്യപ്പനെ കുറിച്ചുള്ള വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് സംവിധായകൻ പ്രിയനന്ദൻ പിൻവലിച്ചു. ഭാഷ മോശമായെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കുറിപ്പ് പിൻവലിച്ചതെന്ന് പ്രിയനന്ദൻ പറഞ്ഞു. അല്ല, അത് അശ്ലീലമായിട്ടുള്ളത് തോന്നിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കിൽ അല്ലെങ്കിൽ പറഞ്ഞ വാക്കിന്റെ ഭാഷ ശരിയില്ല, അതുകൊണ്ടാണ് ശരിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചത്. അല്ലെങ്കിൽ പിൻവലിക്കില്ല. കാരണം നമ്മൾ അതിൽ ഭാഷാ പ്രയോഗം ഒരു അടിസ്ഥാനത്തിൽ അതൊരു നല്ല രീതിയിലായിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് പിൻവലിച്ചു. അതേസമയം തൃശൂർ വല്ലച്ചിറയിലെ പ്രിയനന്ദന്റെ വീട്ടിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി. ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് വല്ലച്ചിറ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ബിജെപി പോലീസിൽ പരാതി നൽകി. ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിൽ റിസോർട്ട് ഉടമയെയും ജീവനക്കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പാറയിൽ റിസോർട്ട് ഉടമ രാജേഷ്, ജീവനക്കാരനായ മുത്തയ്യ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയോടെയാണ് മരണവിവരം പുറത്തറിയുന്നത്. കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു.